മഹ്ഫിലിന്റെ ഹൈ 25ന്റെ ഏറ്റവും ആവേശമേറിയ മത്സരമാണ് അൽഫിയ ഡിബേറ്റ്. കിതാബിന് ഏറെ പ്രാധാന്യം നൽകുന്ന നമ്മുടെ സ്ഥാപനത്തിൽ അതിന്റെ വലിയൊരു അടയാളം കൂടിയാണ് ഈ അൽഫിയ ഡിബേറ്റ്. നമ്മുടെ ഈ പരിപാടി 5 സെഷനായിട്ടാണ് നടത്തുന്നത്. 5 റൗണ്ടായിട്ട്. ഒന്നാമത്തെ റൗണ്ടിൽ ഇവിടെ ജൂറി ചൊല്ലിത്തരുന്ന ബൈത്തിന്റെ ബാക്കിയുള്ള 5 ബൈത്തുകൾ കൂടി ചൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ ഒന്നാമത്തെ റൗണ്ട് ഓരോ ടീമിനും അങ്ങനെ അവസരങ്ങൾ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ റൗണ്ടിൽ ജൂറി പറയുന്ന ഷായിറം ബൈത്തിന്റെ ഷാഹിദ്, എന്തിനാണ് ആ ഷായിറം ബൈത്ത് മുസന്നിഫ് അൽഫിയയിൽ കൊണ്ടുവന്നത്, അതിന്റെ ഷാഹിദ് എന്താണെന്ന് വിശദീകരിക്കലാണ് രണ്ടാമത്തെ റൗണ്ട്. മൂന്നാമത്തെ റൗണ്ട് ജൂറി ചൊല്ലിത്തരുന്ന ബൈത്തിന്റെ ഹാസിൽ പറയുക. നാലാമത്തെ റൗണ്ട് ജൂറി ഒരു ഖാഇദ ചോദിക്കും. ആ ഖാഇദക്ക് അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയുക എന്നുള്ളതാണ് നാലാമത്തെ റൗണ്ട്. അഞ്ചാമത്തെ റൗണ്ട് ചില സംഗതികൾ എങ്ങനെ വായിക്കണം, എന്തുകൊണ്ട് അങ്ങനെ വായിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ തെർക്കീബായിരിക്കും, അതിന്റെ മറുപടി എന്ന രീതിയിലാണ് 5 റൗണ്ടുകളും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള സമയം 2 മിനിറ്റാണ്. അതിന്റെ ഉള്ളിൽ ഉത്തരം പറയേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ മത്സരം ക്രമീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മത്സരം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കോർഡിനേറ്റർ എടുത്തിട്ടുണ്ടോ? ABC. പിന്നത്തേല് അവിടെ നിങ്ങൾ തിരിച്ചു പോരുട്ടോ. അങ്ങനെ ആയിരിക്കും ABC. പിന്നെ അടുത്ത റൗണ്ടിൽ ഫസ്റ്റ് പോലെ C ടീം ആയിരിക്കും. അത് കൃത്യമായി ശ്രദ്ധിക്കുക. ഓക്കെ. ഈ ഓർഡർ നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ. എന്തായാലും ഫസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം കോഡ് ലെറ്റർ A ഓടാണ്. ഇവിടെ പാരായണം ചെയ്യപ്പെടുന്ന ബൈത്തിന്റെ ബാക്കി ചെല്ലുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് 5 ബൈത്ത് ഉണ്ടോ പറഞ്ഞല്ലോ. വസായിദൻ ഫഅലാന ഫീ വസ്ഫിൻ സലിം മിൻ അൻ യുറാ ബി താഇ തഅനീസിൻ ഖുതിം. ووصف أصلي ووزن أفعلا ممنوع تأنيث بتاك أشهلا وألغين عارض الوصفية كأربع وعارض الإسمية فالأدهم القيد لكونه وضع في الأصل وصفان انصرافه منع وأجدل وأخيل وأفع مصروفة وقد ينلن المنع. അടുത്തത് കോഡ് ലെറ്റർ B യോടാണ്. വവസിനു മസ്നാ വസുലാസാ കാഹുമാ മിൻ വാഹിദിൻ ലി അർബഇൻ ഫൽയുലമാ. وإن به
وإن به سمي ووزن مسنا وثلاثا كاهما من واحد لأربع فليعلما كذاك هذه സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഫസ്റ്റ് റൗണ്ടിൽ എ ആണ് ഇപ്പോൾ 5 ബൈത്തും പാടിയത്. ബിയുടെ സമയം കഴിഞ്ഞു, അവർ പാടിയിട്ടില്ല. സിയുടെ സമയവും കഴിഞ്ഞു. അടുത്ത ചോദ്യം ലെറ്റർ സിയോടാണ്. ولا جميع الوضع والتعريف مع زيد على الثلاث صرفهم تنع നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം. ഓക്കെ. മൂന്നാമത്തെ സി ലെറ്റർ സിക്ക് അവർ പാടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സമയം കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അഥവാ ഇനി വരും സമയങ്ങളിലും അങ്ങനെ കിട്ടാത്തുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ് നമുക്ക് സമയം ലാഭിക്കാവുന്നതാണ്. ഞാൻ അടുത്തത് ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. ഇവിടെ ചൊല്ലിത്തരുന്ന ബൈത്തിന്റെ എന്ത് ചെയ്യാ ഷാഹിദ് പറയും. തെളിവെന്താണ്? ആദ്യമായിട്ട് സിയോടാണ്. കഅന്നൽ ഉഖൈലിയീന യൗമ ലഖീതുഹും ഫിറാഹുൽ ഖതാലഖൈന അജ്ദല ബാസിയ. അതിന്റെ ശറഹ് അതിന്റെ ഷാഹിദ് എന്താ പറയാം? ഒന്ന് വ്യക്തമായിട്ടൊന്നുകൂടി അജിദിന്റെ ആ മാനക്ക് അതുപോലെ ഒരു മുൻസരിഫ അജ്ദൽ എന്നുള്ളത് ഗൈറു മുൻസരിഫായിട്ട് വരികയാണെങ്കിൽ അതിന്റെ കാരണം പറയണം, എന്തുകൊണ്ടായി എന്നുള്ളത്. അത് കൃത്യമായിട്ട് വിഷയം പറയണം, ഏതൊക്കെ ഉജൂഹാണ് അതിനുള്ളത് എന്നുള്ളത്. അജിദൽ എന്നുള്ളത് ഓരോ മുൻസരിഫാൻ കാരണം അതിന്റെ വസ്നിന് ഫീലും അലമാണ് അതിന്റെ ഇല്ലത്തുണ്ട് ഒരു മുൻസരിഫ്.
ഒരു ഇടപെടൽ. ഈ ഒരു കാര്യം മാത്രമല്ലേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്? അതൊക്കെ ഓക്കെ അന്നല്ല. ഷായിർ ബൈത്തിൽ കൊണ്ടുവന്നതിന് നിങ്ങൾക്ക് ഈ വച്ച് മാത്രമല്ലേ ഉള്ളൂ എന്നാ ചോദിച്ചത്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വിഷയം അല്ലേ? അതെ, അജ്ദൽ തന്നെ. അജ്ദലിന് നിങ്ങൾ ഈ പറഞ്ഞ ഒറ്റ കാരണമല്ലേ ഉള്ളൂ, വസ്ഫ അലമിയത്തും കൊണ്ട് വയറു മുൻസരിഫായി എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതെ, ഇതല്ലുള്ള കാരണം, വേറെ ഇല്ലല്ലോ. അടുത്ത ചോദ്യം കൊള്ളറ്റർ ബിയോടാണ്. ഇദാ ഖാലത്ത് ഹദാമി ഫസദ്ദിഖൂഹാ ഫഇന്നൽ ഖൗല മാ ഖാലത്ത് ഹദാമി. ഇവിടെ ഹദാമി എന്നുള്ളത് ഫഅൽ വസ്നാണ്, മബ്നിയാണ്, കസ്റിന്റെ മേൽ മബ്നിയാണ്. അതെ, അവിടെ ഹദാമി എന്നുള്ളത് ഫഅൽ വസ്നാണ്. അവിടെ കസ്റിന്റെ മേൽ മബ്നിയാണ്. കസ്റിന് മബ്നിയായതിനുള്ള ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. ബാബു മാലാൻ സരീഫ് അല്ലേ? ഫഅലി എന്നുള്ള തഅനീസ് അലമ കാരണത്താൽ അത് അതോടെ കസ്റിന്റെ മേൽ മുബനിയായിട്ടാണ് വരിക. ഫഅലി എന്നുള്ളത് സിയോട് ചോദിക്കാം. ويوم دخلت الخدر خضراء نيزة فقالت لك الويلات إنك مرجلي. ഉസൈമത്തിൻ എന്നുള്ളത് ഗൈറു മുൻസരിഫാന മുൻസരിഫാക്കി ഉപയോഗിക്കപ്പെട്ടു. ലറൂറത്തിന് വേണ്ടി മുനാസബത്തിന് വേണ്ടിയും മുൻസരിഫാക്കപ്പെടും. മുൻസരിഫിനെ മുൻസരിഫിന് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഇവിടെ ചൊല്ലിത്തരുന്ന ബൈത്തിന്റെ ഹാസിൽ പറയുക എന്നുള്ളതാണ്. നമുക്ക് എയിൽ നിന്ന് തുടങ്ങി സിയിൽ അവസാനിപ്പിക്കാം അല്ലേ? അപ്പൊ ആദ്യമായിട്ട് എവിടാണ് ചോദ്യം? ഇവിടുന്ന് അങ്ങോട്ടല്ലേ? നീ ബീനെ കൊടുക്കണം. എന്നാ ഫസ്റ്റ് ബിയോടാവാം. ബൈത്ത് ഇതാണ്. والعلم يمنع صرفه مركبا تركيب مزج
നഹ്വു മഅദി കരിബ. അതിൻ്റെ ഹാസിൽ പറയുക. വൽ അലമു ഇംന സ്വറഫഹു മുറക്കബ തർക്കീബ മസ്ജിൻ നഹ്വു മഅദി കരിബ. മസ്ജിയായ മുറക്കബ് അത് ഗൈർ മുൻസരിഫാണ്. എല്ലാ ഇല്ലത്തും ഒന്ന് അലമാണ്, ഒന്ന് മുറക്കബാണ്. വൈഹി കൊണ്ട് അവസാനിക്കാത്ത മസ്ജിയായ മുറക്കബുകളൊക്കെ ഗൈർ മുൻസരിഫായിരിക്കും. അതുപോലെ ഗൈർ മുൻസരിഫാവും മസ്ജിയായ മുറക്കബാകുമ്പോൾ രണ്ട് ഇസ്മുകളെ മുറക്കബാക്കിയിട്ട് ഒരു ഇസ്മാക്കി ഉപയോഗിക്കുമ്പോൾ അത് ആദ്യത്തെ ജുസ് ഫത്തുഹിന്നിൽ മബനിയായിരിക്കും. രണ്ടാമത്തെ ജുസ്ഇലേക്കാണ് നോക്കിയിട്ടാണ് ഗൈർ മുൻസരിഫിൻ്റെ ഇഅ്റാബ്, അത് മുഅറബായ ഇഅ്റാബ് നൽകുക. ഉദാഹരണം മഅദി കരിബ. അടുത്തത് ഓടാണ്. فآلف التغنيث مطلقا منع صرف الذي هواه كيفما وقع. ഫാലിഫ അത്തനീസി എന്നാണ്. അത് എഴുത്തിൽ മാറ്റം ഒന്നാണ്. ചെല്ലിപ്പം സംശയം ഉണ്ടാവും. തഹനീസിൻ്റെ മക്സൂർ മംദൂദൻ്റെ വിഷയം കണ്ടല്ലോ അവിടെ പറഞ്ഞേ. അപ്പോൾ ഇലാഫത്ത് കൊണ്ട് പോയതാ. ഫാലിഫ തഹനീസ്. ആലിഫത്ത് ഇനീസിൻ്റെ രണ്ട് അലിഫ് അഥവാ മംദൂദയുടെ മുത്തലക്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മംദൂദത്തൻ കാലത്തോ മക്സൂറത്തൻ. രണ്ട് ഇല്ലത്തിന് സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുൻസരിഫയാണ് ഇവിടെ മംദൂദായിട്ടും മക്സൂറായിട്ടും. ഉദാഹരണം സഹറാവ്, ഇമ്രാവ് പോലും. സിയോടാണ് ചോദ്യം. വവസ്ഫു നസ്ലിയുൻ വവസ്നു അഫ്അല മംനുഅ തഅനീസിൻ ബിതാക അശ്ഹല. അസ്ലിയ വസ്ഫും പിന്നെ ഇത് അഫ്അല വസ്നിക്കുള്ള മുൻസരിഫാണ്. മുൻസരിഫാണ് അശ്അല. വസ്ഫ് അസ്ലിയും അതുപോലെ തന്നെ അസ്ലിയ വസ്ഫും അതുപോലെ തന്നെ അഫ്അല വസ്നിക്കറിന് വസ്ന് ഫീലും വൈറു മുൻസരിഫാണ്. വൈറു മുൻസരിഫാണ് അശ്അല പോലെ. ഉദാഹരണം ആ വസ്ഫിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ആരുള്ള വരുത് അസ്ലിയാണ്. അടുത്തതായിട്ട് നമ്മൾ നാലാമത്തെ റൗണ്ടിലേക്ക് കടക്കാണ്. ഈ റൗണ്ടിൽ ജൂറി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക, അതിന്റെ കായിക ഉള്ളിടത്തുകൾ കായിക പറയുക, നിയമം പറയുക എന്നുള്ളതൊക്കെയാണ്.
ചോദ്യത്തിനനുസരിച്ച് മറുപടി പറയേണ്ടതാണ്. ഇനി റൗണ്ട് എ ബി സി. ഒന്നാം റൗണ്ടിലേതുപോലെയാണ്. ഒന്നാമത്തെ ചോദ്യം എ ടീമിനോടാണ്. ഗൈർ മുൻസരിഫ എന്നാൽ എന്ത്? അറബിയിലൊന്നും പറയണ്ട, മലയാളത്തിൽ നിങ്ങൾ മനസ്സിലായ കാര്യം പറഞ്ഞാൽ മതി. ഇസ്മ ഫിഅലിനോട് തശ്ബീഹായാൽ അത് ഗൈർ മുൻസരിഫായി പരിഗണിക്കപ്പെടും. അതായത് ഒരു ലഫ്ലിയായ ഒരു മാനവിയായ രണ്ട് ഫറായിയത്ത് അവിടെ പരിഗണിക്കപ്പെടും. അതുണ്ടായ ഗൈർ മുൻസരിഫായ രണ്ട് ഇല്ലത്തായി പരിഗണിക്കപ്പെടും. ഇഅ്റാബ് ഗൈർ മുൻസരിഫ് എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് ചോദ്യം. നിങ്ങൾ ഗൈർ മുൻസരിഫിൻ്റെ ഹുക്കുമാണ് പറഞ്ഞത്. ഒമ്പത് ഇല്ലത്തിൽ നിന്ന് ഏതെങ്കിലും രണ്ട് ഇല്ലത്തിൽ യോജിച്ച് വരാം, അല്ലെങ്കിൽ ആ രണ്ട് ഇല്ലത്തിൽ സ്ഥാനത്ത് വരുന്ന ഒന്നിലാവുക. അടുത്ത ചോദ്യം ബി ടീമിനോടാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ എന്നുള്ള ദുആയിൽ റജബ് എന്നത് ഗൈർ മുൻസരിഫ ആണെന്ന അഭിപ്രായ പ്രകാരം അവിടെയുള്ള ഇല്ലത്ത് ഏതാണ്? റജബ് എന്നുള്ളത് അലമാണ്, അതുപോലെ അതിലാണ്. അറജബിൽ നിന്നും അതിൽ. ചോദ്യം സി ടീമിനോടാണ്. ഇല്ലത്തിന്റെ കൂട്ടത്തിൽ മഅനവിയായ ഇല്ലത്തും ലഫ്ലിയായ ഇല്ലത്തുമുണ്ട് എങ്കിൽ മഅനവിയായ ഇല്ലത്തുകൾ ഏതെല്ലാം? ഒന്നുകൂടി ഉറക്കെ. തൈനീസ് ലഫ്ലിയായില്ലത്തോ ബാക്കിയൊക്കെ അവസാന റൗണ്ടിലേക്ക് കടക്കുകയാണ്. അഞ്ചാമത്തെ റൗണ്ട് സിയോടാണ് ചോദ്യം. ഫസ്റ്റ് കൂടി റൗണ്ട് അവസാനിക്കുന്നതാണ്. ജൂറി ചോദിക്കുന്ന ചോദ്യത്തിന് അതിൻ്റെ തെർക്കീബ് അല്ലെങ്കിൽ ചിലത് എങ്ങനെ വായിക്കണം, എന്തുകൊണ്ട് അങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. ഒന്നാമത്തത് റുബ്ബ മഅദി കരീബിൻ റഅയ്തു. അവിടെ പിന്നെ മഅദി കരീബ എന്നാണോ കരീബിൻ എന്നാണോ വായിക്കേണ്ടത്? റുബ്ബ മഅദി കരീബിൻ എന്നാണോ വായിക്കേണ്ടത്, കരീബ എന്നാണോ വായിക്കേണ്ടത്? റുബ്ബ മഅദി കരീബിൻ റഅയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ വായിക്കുന്നത് എന്ന് പറയാം. ഒന്നാമത്തെ ജുസ് മോറബ് മബനിയും രണ്ടാമത്തെ ജുസ് ആയിരിക്കും മോറബും ആയിരിക്കും. അടുത്ത ബി ടീമിനോടാണ് ചോദ്യം. ജിഅ്തു യൗമൽ ജുമുഅത്തി സഹറൻ എന്നാണോ സഹറ എന്നാണോ വായിക്കേണ്ടത്? ജിഅ്തു യൗമൽ ജുമുഅത്തി
സഹറൻ എന്നാണോ സഹറ എന്നാണോ വായിക്കേണ്ടത്? എന്തുകൊണ്ട്? ചോദ്യം ഒന്നുകൂടി. ജിഅ്തു യൗമൽ ജുമുഅത്തി സഹറൻ എന്നാണോ സഹറ എന്നാണോ വായിക്കേണ്ടത്? സഹറ എന്നാണ് വായിക്കേണ്ടത്. കാരണം സഹറ എന്നുള്ളത് തഈനായതുകൊണ്ട് അവിടെ ഗൈറു മുൻസരിഫാണ്. ഇത്ര തന്നെയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അവിടെ എന്താ വായിക്കേണ്ടത് ചോദിച്ചാൽ സഹറ. എന്തുകൊണ്ട് എന്ന് പറയാം. അവിടെ സഹറ എന്നുള്ള ഗൈറു മുൻസരിഫാണ്. അതുകൊണ്ട് തെൻമീനില്ലാതെ ഗൈറു മുൻസരിഫ് വായിച്ചു. അങ്ങനെ സഹറ എന്നുള്ള ഇവിടെ ഗൈറു മുൻസരിഫാകാൻ കാരണം അവിടെ ഒരു തഈനായിട്ട് വന്നു. യൗമുൽ ജുമുഅക്കുള്ള തഈനായിട്ട് അവിടെ സഹർ വന്നു. അതുകൊണ്ട് അവിടെ ഗൈറു മുൻസരിഫായി വായിക്കണം. അല്ലെങ്കിൽ തഈന അല്ലാതെ വന്നാൽ സഹർ ഗൈറു മുൻസരിഫ് ആവൂല, മുൻസരിഫാണ് ആവുക. അവസാന ചോദ്യം എ ടീമിനോടാണ്. ഇവിടെ പറയുന്ന ബൈത്തിന്റെ ഭാഗത്തിന്റെ തർക്കീബ് പറയുക എന്നുള്ളതാണ്. ലി സറാവീല ബിഹാദൽ ജംഇ ശബഹുൻ എന്നതിന്റെ തർക്കീബ് പറയുക. ലി സറാവീല ബിഹാദൽ ജംഇ ശബഹുൻ എന്നുള്ളതിന്റെ തർക്കീബ് പറയുക. ഓരോ ലഫ്ദും ബിലഫ്ദ് തർക്കീബ് പറയുക. ഈ സറാവീല ജാറ് മജ്റൂർ ഖബർ മുഖദ്ദം ബിഹാദൽ ജംഇ, ഈ ജംഇനോട് അതായത് ബാറഫ് ജാറ് ഹാദ ഇസ്മിഷാറ മജ്റൂർ അൽ ജംഇ ഒന്നെങ്കിൽ ബദൽ അല്ലെങ്കിൽ അത്ഫു ബയാൻ മുബദ്ദിൽ മിൻഹു ഹാദ മുബയ്യിൻ ഹാദ ശബഹുൻ മുബ്തദ മുഅഖർ മർഫൂഉൻ ബിൽ ദമ്മ. പിന്നെ ബിഹാദ എന്നുള്ള മുതഅല്ലിഖും ബി ശബഹ്. ഹലോ, ഇതോടുകൂടി നമ്മുടെ അൽഫിയ ഡിബേറ്റ് മത്സരം സമാപിച്ചിരിക്കുകയാണ്.